ഞാൻ പെണ്ണിങ്ങനെയാകണം, എങ്കിൽ മാത്രമേ എൻ്റെ വീട്ടിലെ മരുമകളാക്കൂന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഇപ്പോഴും നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുന്നിൽ നിർത്ത്. എനിക്ക് ഒരു എതിർപ്പുമില്ല. ഇല്ല എന്നാണെങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ കാണിക്കുന്ന കുട്ടിയെ നീ കല്യാണം കഴിച്ചേ പറ്റൂ. അപ്പോ നീ സംസാരിക്കേ. അച്ഛൻ ചോദിക്കുന്ന കേട്ടല്ലേ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? മുത്തശ്ശൻ പറഞ്ഞതിനോട് എനിക്കൊരു എതിർപ്പില്ല മേമ. മുത്തശ്ശൻ പറഞ്ഞതുപോലെ മുത്തശ്ശൻ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിച്ചോളാം. ഇറ്റ്സ് മൈ പ്രോമിസ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷനാണ് അത്? ആദ്യം അശോകിന്റെ കല്യാണം, അത് കഴിഞ്ഞ് മതി എന്റെ കല്യാണം. വേണമെന്നുണ്ടെങ്കിൽ അശോകിന്റെ കല്യാണത്തിന് നിങ്ങൾ ഏത് പെൺകുട്ടിയെ കാണിച്ചു തരുന്നോ അവളെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. പക്ഷെ ആദ്യം അവന്റെ കല്യാണം. അല്ലടാ, ഞാൻ പറയുന്നത്. നീ ഇപ്പൊ ഒന്നും പറയണ്ട. ആയിക്കോട്ടെ, നീ ഇപ്പൊ കല്യാണത്തിന് സമ്മതിച്ചല്ലോ, എനിക്കത് മതി. അശോകനും എന്റെ കുട്ടിയല്ലടാ. അവന്റെയും കല്യാണം കാണണം എന്നുള്ളത് എന്റെ സ്വപ്ന. ആവട്ടെ, ആദ്യം അവന്റെ കല്യാണം എന്നല്ലേ? ശരി. എടാ അശോക, ഞാൻ നിന്നോട് കല്യാണത്തിന് സമ്മതാണോ എന്ന് ചോദിക്കുന്നില്ല. രാമനെ പോലെ നീ ഈ മുത്തശ്ശനെ വിഷമിപ്പിക്കരുത്. കല്യാണം കഴിച്ചേ പറ്റൂ കേട്ടോ. എന്ത് പറ്റുമോളെ, നീ നിന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്തില്ലേ? കോള് ചെയ്തതാ സീതമ്മ. ഫ്രണ്ട് കോള് പിക്ക് ചെയ്യുന്നില്ല. സാരമില്ല, ഇപ്പോഴും ചിലപ്പോ ഉറങ്ങുമായിരിക്കും. ഉറക്കോ? ഈ നേരം ആവുമ്പോഴത്തേക്ക് എഴുന്നേക്കേണ്ടതാണല്ലോ. എന്തു പറ്റി റാമിന്? ഇന്നലെ അമ്പലത്തിൽ നിന്ന് പോയപ്പോ തൊട്ട് ഒരു വിവരവും ഇല്ലല്ലോ അവന്റെ. നാടകത്തിന് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല, കോൾ ചെയ്തിട്ടാണെങ്കിൽ കോളും എടുക്കുന്നില്ല. സീതമ്മ, ഞാൻ മുഖം കഴുകിയിട്ട് വരാമേ, എന്നിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? പറ മേമ. എത്രയും പെട്ടെന്ന് നീ വീട്ടിലോട്ടൊന്ന് വാ. നമ്മൾ ഉടനെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ രാമനെ കല്യാണം കഴിക്കാനാവില്ല. രാമിന്റെ കല്യാണത്തിന് വന്ന് പൂ വിതറി തിരിച്ചു പോകേണ്ടി വരും. എവിടെയാണെങ്കിലും പെട്ടെന്ന് വാ. മേമ ഇപ്പൊ എന്നോട് വീട്ടിലേക്ക് വരാൻ പറയുന്നു. പക്ഷെ റാമിന് എന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എന്ത് പറഞ്ഞാ ഞാൻ വരണ്ടേ? നേരത്തെ ഉള്ള പോലെ ആയിരുന്നെങ്കിൽ വരായിരുന്നു. അല്ല, ഓഫീസിൽ നിനക്കൊരു പൊസിഷൻ തന്നത് എന്തിനാ? 4 ഫയലും എടുത്തോണ്ടെങ്കിൽ വീട്ടിലോട്ട് വാ. ബട്ട് സ്റ്റിൽ ഞാൻ വീട്ടിലേക്ക് വന്നാലും റാം എന്നെ അപമാനിച്ച് വിടില്ലെന്ന് എന്താ ഗ്യാരണ്ടി? നീ എക്സ് ലവറായിട്ട് വീട്ടിലോട്ട് വന്ന അവന് ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷേ ഓഫീസിലൊരു പ്രശ്നമായിട്ട് വന്നാലോ? ഹി ഹാസ് നോ ചോയ്സ്. ബി സ്മാർട്ട് ചാന്ദിനി. റാമിന്റെ മുത്തശ്ശൻ അവന്റെ കല്യാണം നടത്തണമെന്നുള്ള വാശിയിലാണ്. കാവ്യ, ശിവാനി, ചാന്ദിനി, അങ്ങനെ ആര് വേണേലും ആവാം. പക്ഷേ ഫൈനൽ ഡിസിഷൻ മുത്തച്ഛൻ്റെതായിരിക്കും. ഐ ഹോപ്പ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഐ ഗോട്ട് ഇറ്റ് മേമ. മുത്തച്ഛൻ എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ ആവണം, അത്രയല്ലേ ഉള്ളൂ. ഐ വോണ്ട് റാം. വിൽ ഡു എനിത്തിങ് ഫോർ ഹിം. വെരി ഗുഡ്.
ഞാൻ വീട്ടിൽ തന്നെ കാണും. ഡോണ്ട് വറി. ബാക്കിയുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇങ്ങോട്ട് വാ. റാമിനെ കല്യാണം കഴിക്കണോ? കല്യാണം കഴിച്ച് ഈ വീട്ടിലെ മഹാറാണിയാവണമെന്ന് സ്വപ്നം കാണുന്നുണ്ടല്ലേ? വാ ചാന്ദിനി വാ. എങ്ങനെ നീ റാണിയാവൂന്ന് ഞാനും ഒന്ന് കാണട്ടെ. എടാ, നീ എന്തിനാ സൂര്യോട് അങ്ങനെ പറഞ്ഞേ? നിന്റെ കല്യാണം കഴിയും മുമ്പ് എന്റെ ലൈഫ് സെറ്റിലാക്കാനാ? എന്താടാ നീ സീതയെ കുറിച്ച് പറയുന്ന കരുതിയപ്പോ? എന്താടാ ഞാൻ പറയേണ്ടത് സീതയെ കുറിച്ച്? എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. ഇപ്പൊ എന്താ, നിന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കുന്നു പറഞ്ഞതുകൊണ്ടാ? അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ മുത്തച്ഛനെ വിളിച്ചിട്ട് നിനക്ക് മുന്നേ ഞാൻ കല്യാണം കഴിച്ചോളാന്ന് പറയാം. ഹേയ്, അടങ്ങിയിരിക്കേ. എടാ, സീതയോട് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കറിയാം അവളെന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്കൊരു പ്രതീക്ഷയില്ലടാ. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല. അവളായിട്ട് എന്നോട് പോകാൻ പറയുന്നതിന് മുന്നേ ഞാനായിട്ടങ്ങ് മാറിക്കൊടുക്കാടാ. ഐ തിങ്ക് ദാറ്റ്സ് ബെറ്റർ. എടാ, നീ പറയാനുള്ളതൊക്കെ പറഞ്ഞപ്പോ എങ്ങനെയെങ്കിലും റിയാക്ട് ചെയ്ത് കാണുമല്ലോ. എങ്ങനെയാ റിയാക്ട് ചെയ്തെന്ന് പറയേ. അവള് വാ തുറന്നാ നിങ്ങൾ ബോസ്, ഞാൻ എംപ്ലോയി, നിങ്ങൾ പണക്കാരും ഞങ്ങൾ പാവം എന്നൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യടാ. അതൊന്നും കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ലടാ. അതുകൊണ്ട് അവളുടെ മറുപടി എന്താന്ന് പോലും അറിയാൻ ഞാൻ കാത്തു നിന്നില്ല. ആൻഡ് വൺ മോർ തിങ്, എന്റെ കല്യാണ കാര്യം പുഷ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ നിന്റെ കാര്യം ഇവിടെ പറഞ്ഞത്. നീ ഒന്ന് സെറ്റിൽ ആയിക്കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടടാ. പ്രിയ ഒരു പാവമാടാ. അവളെ നീ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ? നിന്റെ പെണ്ണ് നിനക്ക് ഫോൺ ചെയ്താലും മെസ്സേജ് അയച്ചാലും ഫസ്റ്റ് യു ഹാവ് ടു റെസ്പോണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇതൊന്നും അറിയില്ല നിനക്ക്? എന്റെ കാര്യത്തിൽ ഇത്രയും വലിയ നോട്ട്സ് ഒക്കെ തരുമല്ലോ. ഞാനും കുറെ നാളായിട്ട് കാത്തിരിക്കുക. ഇന്ന് പറയും, നീ നാളെ പറയുന്നൊക്കെ വിചാരിച്ചിട്ട്. ഞാനും സീതയെ ഒരുമിക്കണമെന്ന് നീ എത്ര ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നീയും പ്രിയെ ഒരുമിക്കുന്നത് കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. മോനെ, ഐ വാണ്ട് യു സെലിബ്രേറ്റ് യുവർ ലവ്. ഞാൻ എന്റെ സ്വാർത്ഥത കൊണ്ടല്ല മുത്തച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഡാ, നീ എന്താണെന്നുള്ളത് എനിക്കറിയില്ലേ. എന്റെ വിഷമം എന്താന്ന് വെച്ചാ സീതയുടെ കാര്യം. നീ സീതയെ കുറിച്ചൊന്നും പറയാതെ വെറുതെ എനിക്ക് ടെൻഷൻ കിട്ടാതെ. ശരി, ഇനി സൂര്യ നിനക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് കരുതിക്കോ. അപ്പോഴും നീ സീതയോടൊന്നും പറയില്ലേ? സർ, യെസ് സാർ, കുറച്ച് അപ്രൂവൽസ് പെൻഡിംഗ് ഉണ്ട്. കുറച്ച് റെസിഗ്നേഷൻ പേപ്പേഴ്സ് മൂവ് ചെയ്യണമായിരുന്നു. സൂര്യപ്രകാശ് സാർ നോക്കാമെന്ന് പറഞ്ഞതായിരുന്നു സാർ. ഇറ്റ്സ് ഓക്കെ, ഞാൻ നോക്കണം. യു മേ ലീവ്. എടാ, ഇതൊക്കെ ഞാൻ പിന്നെ നോക്കിക്കോളാം. നീ വിട്. ഇറ്റ്സ് ഓക്കെ, ഞാൻ നോക്കാടാ. വേണ്ട വേണ്ട, ഇതൊക്കെ ഞാൻ പിന്നെ നോക്കാം. ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ? താ. ഞാൻ പറഞ്ഞില്ല നിന്നോട്, എന്റെ മനസ്സ് ഞാൻ സീതയുടെ മുന്നേ തുറന്നാൽ അവൾ ഒരിക്കലും എന്നോട് അടുക്കില്ല, അകലാൻ മാത്രമേ ശ്രമിക്കുമെന്ന്. അവൾ എന്നേക്കാൾ ഒരു സ്റ്റെപ്പ് ഫാസ്റ്റാടാ. എന്നെ മൊത്തത്തിൽ ഉപേക്ഷിച്ചാ പോകുന്നത്. എന്റെ ഇഷ്ടം ഞാൻ അവളുടെ മുന്നിൽ തുറന്നു പറഞ്ഞപ്പോ അവൾ അതിന് ഈ റെസിഗ്നേഷൻ കൊണ്ടാണ് എനിക്ക് മറുപടി തന്നത്. ദിസ് ഇസ് സീത. എടാ എടാ, അങ്ങനെ അല്ലടാ, നീ ഒന്ന് മനസ്സിലാക്ക്. ഒന്നും കൂടെ ഒന്ന് സംസാരിക്കട്ടെ. ഇപ്പൊ എന്നോടൊന്നും പറയണ്ട. എനിക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. മുത്തച്ഛനോട് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. ഓൾറൈറ്റ്. എടാ എടാ പ്ലീസ്, ഞാൻ പറയട്ടെ. റാം, 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 റാം. യാ സർ, കറക്റ്റ്. ബട്ട് ഇന്ന് റാമിനെ കാണാൻ കഴിയില്ല.
Yes, he will be in his residence. Yeah. Okay. ഓ, ഇന്നിപ്പോ റാം ഓഫീസിലേക്ക് വരുന്നില്ല. അതാണപ്പോ മേമ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. ഓ ഗോഡ്, ഈ ചാന്ദിനി ഞാൻ ഇനി എന്റെ ഫ്രണ്ട് ആക്കണോ? ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. മാം, മാമിന്റെ ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ട്. ലുക്കിംഗ് സോ പ്രിറ്റി. മാം എങ്ങോട്ടാ പോകുന്നേ? റാമിന്റെ കൂടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, സോ അവന്റെ വീട്ടിലേക്ക് പോവാ. റാം സാറിന്റെ വീട്ടിലേക്കോ? അപ്പോ റാം സാറ് ഗുഡ് മോർണിംഗ് സീത. ഗുഡ് മോർണിംഗ് മാം. ഞാനിന്ന് ഓഫീസിലുണ്ടാവില്ല, റാമിന്റെ വീട്ടിലേക്ക് പോവാ. ആൻഡ് ഇന്നലെ ഞാൻ സീതയുടെ അടുത്ത് കുറച്ച് ഇമോഷണൽ ആയിട്ട് സംസാരിച്ചു. ബട്ട് സീതയോട് സംസാരിച്ച ശേഷം എന്തോ എന്റെ മനസ്സിന് നല്ല റിലീഫ് ഫീൽ ചെയ്യുന്നുണ്ട്. താനെന്തായാലും റാമിന്റെ വളരെ നല്ല ഫ്രണ്ടാ. സോ എന്നെക്കുറിച്ച് സീതയോടെല്ലാം പറഞ്ഞു കാണുമെന്ന് എന്റെ വിശ്വാസം. സീത അവനോടൊന്ന് സംസാരിക്കാമോ പ്ലീസ്? ഷോ മാം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ബൈ. അപ്പൊ റാം വീട്ടിലേക്കാണോ പോയത്? റാം എന്തിനാ അത്ര വേഗത്തെ കാർ ഓടിച്ചു പോയത്? എന്താ അവന് പറ്റിയത്? ചാന്ദിനി, ഹായ് മേമ. ഞാനും റാമും ഫ്രണ്ട്സ് അല്ലേ? ഹോസ്പിറ്റലിൽ വെച്ച് നിന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ചേച്ചിയാ പറഞ്ഞത് നീ റാമിന്റെ ഫ്രണ്ട് ആണെന്ന്. വാ വാ, അകത്ത് വാ. ഇരിക്കെ. ഹായ്. ചേച്ചി, ചാന്ദിനി വന്നിട്ടുണ്ട്. ഓ ചാന്ദിനി, എന്താ ഇവിടെ? ഹായ് മേമ. റാം വിളിച്ചിട്ടാ വന്നത്. കുറച്ച് ജോലി ഉണ്ടായിരുന്നു. വീട്ടിലുണ്ടല്ലോ അല്ലേ? ആണോ? ഇവിടെയുണ്ടല്ലോ. അപ്പോ വന്നേ, ഇവിടെ ആരാ വന്നേ നോക്ക്. കൂട്ടിയിരിക്കെ. അപ്പോ സീത, ചാന്ദിനി പ്രസന്റേഷൻ തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, അത് റെഡിയായോ? സർ, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ പറയാം. ഓക്കെ, ചെക്ക് ചെയ്യ്. ഇന്ന് ഈവനിങ് മീറ്റിംഗിന് ആവശ്യം വരും. ഷോ സർ. സർ, ഹാ, റാം എവിടേക്കാ പോയതെന്ന് അറിയാവോ? വീട്ടിലേക്ക് പോയതാ. ആക്ച്വലി അവന്റെ വീട്ടില് അവന്റെ കല്യാണത്തിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. തനിക്കറിയില്ലേ? അവൻ ഈ കാര്യം എന്തായാലും ഷെയർ ചെയ്യില്ല. എന്താന്ന് വെച്ചാ അവൻ ഈ കല്യാണം ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്തവരോടൊപ്പം നിൽക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്നും സങ്കടകരമാണെന്നും അവൻ നന്നായിട്ട് അറിയാം. പഴയ പ്രേമമൊക്കെ മറന്നൊന്ന് റിലാക്സ് ആയതാ, ഒന്ന് ഹാപ്പി ആയതാ. എന്നിട്ടിപ്പോ വീണ്ടും ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയാ. ഈവൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ബട്ട് അവർക്കൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? അവന്റെ മനസ്സിലൊരാളുണ്ട്. അവർ ഓക്കെ പറഞ്ഞാൽ എല്ലാം ശരിയാവും. പക്ഷെ എന്തോ
ഈ കാര്യത്തിൽ അവരുടെ മനസ്സ് അലിയുന്നില്ല. അവന്റെ മനസ്സല്ലെങ്കിലേ ഓക്കെ അല്ല. ഈ സിറ്റുവേഷനിൽ അവൻ എന്തെങ്കിലും തെറ്റായ തീരുമാനം എടുക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. സർ, അപ്പൊ റാം അവന്റെ വീട്ടിലേക്കല്ലേ പോയത്? ആ, വീട്ടിലേക്കാവൂ. അവൻ ഭയങ്കര സ്പീഡിലാ കാർ ഓടിച്ചു പോയത്. ഞാൻ കുറെ വിട്ട് റാം റാം എന്ന് വിളിച്ച് പുറകെ പോയി. പക്ഷെ അവൻ എന്നെ നോക്കിയത് പോലും ഇല്ല സർ. അതുകൊണ്ട് ഞാൻ കുറച്ച് ടെൻഷനായി പോയി. ആണോ? സോ സോറി ടു ഇന്ററപ്റ്റ്. റാം സാറ് പോയത് വീട്ടിലല്ല, വീരാഞ്ജനയെ കുന്നിലേക്കാ. വീരാഞ്ജനയെ കുന്നിലേക്കോ? സീത, ഇത് എങ്ങോട്ടാ? ഏയ് സീത, എന്തു പറ്റി അവൾക്ക്? ഇത് എങ്ങോട്ടാ പോകുന്നേ? കൂൾ ഡൗൺ. സീത എങ്ങോട്ടാണോ പോവേണ്ടത് അങ്ങോട്ട് തന്നെയാ പോയിട്ടുള്ളത്. എന്ന് വെച്ചാ സീതയോട് റാമിന്റെ വീട്ടില് കല്യാണ ചർച്ചകൾ നടക്കുന്നുണ്ട്, അവൻ ആ കല്യാണം ഇഷ്ടമല്ല, അത് ഇത് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അതേ സമയത്ത് താനും വന്നു, റാം ഏതോ കുന്നിന്റെ മുകളിലാണെന്ന് പറഞ്ഞു. സിങ്കായി. ഇനി അങ്ങോട്ട് സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സീത നോയിക്കോളും, എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, ബട്ട് റാം സാർ എന്തിനാ നമ്മളോട് ഇപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ? ആ, ഓഫീസ് അവേഴ്സ് കഴിയുമ്പോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടാ പോയത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. റാം, റാം പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. റാം, നിനക്ക് വട്ടാണോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ ഇങ്ങനെയുള്ള ഡിസിഷൻ എടുക്കുന്നത്? ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ നീ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? റിസൈൻ ചെയ്തല്ലേ? പോകാറുന്നില്ലേ? എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത് എന്തിനാ? നിന്റെ ലൈഫിലേക്ക് നീ ഒരിക്കലും ഞാൻ വരില്ല. സീത പോ. ഞാൻ ഇങ്ങോട്ട് പോവില്ല റാം. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവും തോന്നുന്നുണ്ടോ? നീ എന്നെ എത്ര ഇഷ്ടപ്പെടുന്നുണ്ടോ അതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് റാം. നിന്നെ എനിക്ക് വേണം റാം, നിന്നെ എനിക്ക് വേണം. എനിക്ക് എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കറിയാം ഞാനിപ്പോ പറയുന്നതൊക്കെ തെറ്റാണെന്ന്. കാരണം എന്റെ ലൈഫ് വേറെയാ, നിന്റെ ലൈഫ് വേറെയാ. എന്റെ ലിമിറ്റേഷൻസ് ഒക്കെ മറന്നാ ഞാനിപ്പോ നിന്നോട് സംസാരിക്കുന്നത്. പ്ലീസ് റാം, നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ ലൈഫിൽ സിഹി കഴിഞ്ഞ സന്തോഷം എന്താണെന്ന് കാണിച്ചു തന്നത് നീയാ. എന്റെ ലൈഫില് നീ വളരെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. നിന്നെ എനിക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല റാം. പ്ലീസ് എന്നെ വിട്ട് എവിടെയും പോവരുത്.
ഐ എം റിയലി സോറി. ഇത് തെറ്റാണ്. സീത എന്തിനാ സോറിയൊക്കെ പറയുന്നേ? ഫോർ ദ ഫസ്റ്റ് ടൈം നിന്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞില്ലേ? ഞാനിപ്പോ എന്തുമാത്രം ഹാപ്പിയാന്നറിയോ? പിന്നെന്തിനാ വെറുതെ നീ സോറിയൊക്കെ പറയുന്നേ? എന്താ സീത, എന്താ നിനക്ക് പറ്റിയത്? റാം, ഇതൊക്കെ ഞാൻ എങ്ങനെയാ നിനക്ക് പറഞ്ഞു തരേണ്ടത്? സീത, ദൈവത്തെ ഓർത്തൊന്നും മറച്ചു വെക്കല്ലേ. പറയാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറ. ഇറ്റ്സ് ഓക്കെ. നിന്റെ ലൈഫ് എപ്പോഴും നല്ലതായിരിക്കണം റാം. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, നിനക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്. എന്നെ പോലെ സെൽഫിഷ് ആവരുത്. നിനക്കെല്ലാം അറിയാലോ, എനിക്കൊരു ചെറിയ മകളുള്ളതാ. ഈ ടൈമില് ഇതൊക്കെ ശരിയാവില്ല റാം. ഇതെല്ലാം തെറ്റാണ്. നീ ഒരു കുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ എന്താ സീത? യു ഹാവ് സച്ച് എ ബ്യൂട്ടിഫുൾ സോൾ. നീ എന്താണോ അങ്ങനെ നീ പെരുമാറുന്ന അതാ എനിക്ക് ഇഷ്ടമായത് സീത. ഐ ലവ് സിഹി മോർ ദാൻ മൈ സെൽഫ്, മോർ ദാൻ എനിബഡി ഓൺ ദിസ് എർത്ത്. എന്റെ ലൈഫ് അസ്തമിക്കുന്ന സൂര്യനെ പോലെയോ. ഏത് നിമിഷത്തിലും അത് അസ്തമിക്കുമെന്നുള്ള പേടിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ ലൈഫിലുള്ള വെളിച്ചം സിഹി മാത്രമാ. അവൾക്ക് വേണ്ടിയാ ഞാൻ ഈ ചിരിക്കുന്നതൊക്കെ. അങ്ങനെയുള്ളപ്പോ ഈ പ്രണയത്തോട് എനിക്ക് നീതി കാണിക്കാൻ പറ്റുമോ? നിന്റെ സന്തോഷത്തിന് കാരണമാവാൻ കഴിയോ? നീ എന്റെ കൂടെയുള്ളതാ സീത എന്റെ ഏറ്റവും വലിയ സന്തോഷം. ടെൽ മീ, ഡു യു ലവ് മീ? റാം, എന്റെ ലൈഫിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നിനക്കറിയില്ല. സീത, എന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർഗെറ്റ് ദ പാസ്റ്റ്. ജസ്റ്റ് ടെൽ മീ, ഡു യു ലവ് മീ ഓർ നോട്ട്? ഇങ്ങനെയൊക്കെ തലയായിട്ട് എന്താ ഞാൻ മനസ്സിലാക്കണ്ടേ? സീത, ഒന്ന് തുറന്നു പറ. മേക്ക് ഇറ്റ് ക്ലിയർ. ഡയറക്റ്റ് ആയിട്ട് പറ. ഐ ലവ് യു റാം. ഐ ലവ് യു ടു സീത. Will you marry me?